10ാമത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ 3ാമത്തെ ഫിഗറാണ് നമ്മൾ ഒരു ലാൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് DHCP സെർവർ, DNS സെർവർ, ഒരു വെബ് സെർവറും സെറ്റ് ചെയ്യാം. എങ്ങനെ കാണിച്ചാൽ ഒരു സ്വിച്ച് എടുത്ത് വെച്ച് മൂന്ന് PC എടുത്ത് സെർവർ എടുക്കുക. 3 1 2. ഇതിൽ ഓരോ സെർവറിലും ഒരെണ്ണത്തിൽ വെബ് സെർവർ സെറ്റ് ചെയ്യും HTTP, ഒരെണ്ണത്തിൽ DNS സെറ്റ് ചെയ്യും, ഒരെണ്ണത്തിൽ DHCP സെറ്റ് ചെയ്യും. എല്ലാതും ഓട്ടോമാറ്റിക് കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ IP അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ ഒരു സെർവർ DHCP സെർവർ സെറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ സെർവറിൽ ആണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. ആദ്യം അപ്പോൾ ഈ സെർവറിനൊക്കെ മാനുവലായിട്ട് തന്നെ IP അഡ്രസ്സ് കൊടുക്കുന്നത്. താഴെയുള്ള PCക്കാണ് നമ്മൾ DHCP ആയിട്ട് സെൻഡ് ചെയ്യണം. IP കൊടുക്കുന്നത് 1.2. ഇതിൻ്റെ പേര് ഞാൻ DHCP സെർവർ എന്നാക്കുന്നുണ്ട്. എന്നിട്ട് DHCP സെറ്റ് ചെയ്യാൻ പോകും. ആദ്യം ഈ രണ്ടിനും കൂടി IP അഡ്രസ്സ് കൊടുക്കുക, സെറ്റ് ചെയ്യും. അവിടെ 1.2 കൊടുത്ത് ഇവിടെ 1.3 കൊടുക്കുക. ഇവിടെ ഈ സെർവറിൽ ഞാൻ DNS ആണ് സെറ്റ് ചെയ്യണം. ഇതിന് DNS സെർവർ എന്ന് വരും. ഇതിൽ IP അഡ്രസ്സ് 1.4 കൊടുക്കുക. ഇതിൽ ഞാൻ വെബ് സെർവർ സെറ്റ് ചെയ്യും. ഇതിൽ നിന്നാണ് വെബ് സെർവർ ഉണ്ടാക്കുന്നത്. ഇതിന് HTTP സെർവറാണ്. ഇനി ഇവിടെ DHCP സെറ്റ് ചെയ്യും, അതേപോലെ ഇവിടെ DNS സെറ്റ് ചെയ്യും, അതേപോലെ ഇതിൽ HTTP ഓണാക്കും. ഇത്ര കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ഇതിൽ DHCP സെറ്റ് ചെയ്യുക. ഇതിൽ സർവീസിൽ പോയിട്ട് DHCP എടുക്കുക, ഈ DHCP. എന്നിട്ട് ഗേറ്റ് വേ എന്ന് പറയണത് 192.168.1 റേഞ്ച് 1.1. DNS സെർവർ എന്ന് പറയുന്നത് ഈ PCയുടെ IP അഡ്രസ്സ്. ഇവിടെ DNS സെർവർ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ IP അഡ്രസ്സ് 1.3. അപ്പോൾ അത് കൊടുക്കുക. സ്റ്റാർട്ട് IP അഡ്രസ്സ് 1.10 കൊടുക്കുക. PCക്ക് താഴെ കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഓണാക്കിയിട്ടുണ്ട്.
ഇനി ഇതിൽ DNS സെർവർ സെറ്റ് ചെയ്യാം. DNS സെർവർ സെറ്റ് ചെയ്യാൻ സർവീസിൽ പോവുക, DNS എടുക്കുക, ഇത് ഓൺ ചെയ്യുക, പേര് കൊടുക്കുക myserver.com. എന്നിട്ട് എങ്ങണ്ടാണ് ഏതാണ് അഡ്രസ്സ്. ഇപ്പോൾ വെബ് സെർവറിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ പി സി എന്നാണ് വെബ് സെർവർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 1.4. ആഡ് ചെയ്യുക. DNS ഓണാണ്. ഇതിൽ HTTP ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഇത് DNS സെർവർ, ഇതിലാണ് HTTP ഓൺ ആക്കേണ്ടത്. ഓണാണ്. ഇതിൽ ഇൻഡെക്സ് എഡിറ്റ് ചെയ്തിട്ട് വെൽക്കം ടു വെബ് സെർവർ എന്ന് കൊടുക്കാം. സേവ്. യെസ്. ഇതിൽ HTTP ഓണാക്കി. അതേപോലെ ഇതിൻ്റെ IP ഇവിടുത്തെ DNS സെർവറിൽ കൊടുത്തിട്ട് അതിന് പേര് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ DHCP ഓണാക്കിയിട്ടുണ്ട്. അതിനകത്ത് DNS സെർവർ ഈ സെർവറിൻ്റെ IP കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി DHCPന്ന് ഈ 3 PCക്കും IP അഡ്രസ്സ് പ്രൊവൈഡ് കൊടുക്കാം. ഇവിടെ DHCP നടത്താം. 1.10 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങും. .11 കണ്ടോ. ഇനി പിങ് ചെയ്ത് നോക്കാം. പിങ് വെറുതെ 1.168.1.2 വെറുതെ പിങ്. നമുക്ക് DNS സെർവറിലേക്ക് പിങ് ചെയ്ത് നോക്കാം. പിങ് myserver.com. കണ്ട റിപ്ലൈ വന്നു. ഇനി ഇവിടെ വെബ് ബ്രൗസറിൽ എടുത്ത് നോക്കാം. myserver.com. കണ്ട വെൽക്കം ടു വെബ് സെർവർ. ഇതെത്ര ഉള്ളൂ. അപ്പോൾ ഇതിൽ ചെയ്ത് ഈ സെർവറിൽ DHCP സെറ്റ് ചെയ്തു. കാണിച്ചു തരാം ഒന്നും കൂടി. ഗേറ്റ് വേ 1.1 റേഞ്ചിൽ 1.1 കൊടുത്ത്, DNS സെർവർ 1.3 കൊടുത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർവറിൻ്റെ IP ഇവിടെയും DNS സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ IP കൊടുക്കണം. അതേപോലെ
സ്റ്റാർട്ട് ഐ പി അഡ്രസ്സ് കൊടുത്ത് താഴെ പി സിക്ക് പ്രൊവൈഡ് ചെയ്യണുള്ള സ്റ്റാർട്ട് ചെയ്യണ അഡ്രസ്സ്. പിന്നെ ഒന്നും കൊടുത്തില്ല, അത് ഓണാക്കി. ഇതിലിത്ര, എന്നിട്ട് DNS സെർവറിൽ DNSൽ പോയിട്ട് ഒരു പേര് കൊടുക്കും, myserver.com. ഇവിടെ അതിൻ്റെ അഡ്രസ്സ് 1.4 എന്നുള്ളത് ഇവിടുത്തെ HTTPത്തെ IP അഡ്രസ്സാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വെബ് സെർവർ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് HTTP ഓണാക്കിയിടും. പിന്നെ വേണമെങ്കിൽ ഫയലൊന്ന് എഡിറ്റ് ചെയ്യാം, നമ്മൾ മാറ്റം അറിയാം. അത്രേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കും.